ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് പാൽക്കപ്പയുടെ റെസിപ്പി നോക്കിയാലോ? പാൽക്കപ്പ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു 1/2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വെന്തതിന് ശേഷം അതിൻ്റെ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഞാനൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കപ്പയെ കുറച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കണം. കുറച്ച് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇരുന്നോട്ടെ, അങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കാം. പിന്നെ ഒരു 2 വെളുത്തുള്ളി അല്ലി, ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, ഇത് 3 ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം നമ്മുടെ ഈ കപ്പയിലോട്ടങ്ങ് ചേർക്കണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഏകദേശം 1.5-2 കപ്പോളം തേങ്ങയാണ്. ആ തേങ്ങ നന്നായിട്ടൊന്ന് അതിനകത്തേക്കുള്ള 1-ാം പാലും 2-ാം പാലും ഞാൻ മാറ്റിയെടുത്ത് വെച്ചിരുന്നു. ആ 2-ാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിക്കുമ്പോഴേക്കും അത് നന്നായിട്ട് കുറുകി വരും. ആ കുറുകിയതിന് ശേഷം ആദ്യം എടുത്ത തിക്ക് പാലുണ്ടല്ലോ, 1-ാം പാല്, അത് അതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ ഒത്തിരി അങ്ങ് തിളക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒത്തൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും. ഇത് വളരെ രുചിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ 1-ാം പാല് മാറ്റി ഒഴിച്ച് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റിയാണിത്. പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടെ അതിനകത്തേക്ക് ചേർത്ത് പിന്നെ ഒന്നും നോക്കാനില്ല, ഒരു നല്ലൊരു വറവൊഴിക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കടുക്, പച്ചമുളക്. വേണമെങ്കിൽ ഇതിൽ ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ചേർത്തൊന്ന് വഴറ്റാവുന്നതാണ്. വറവ് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല, നല്ല രുചിയാണ്. ശരിക്കും ഇതുപോലെ അങ്ങ് കഴിക്കാം. പിന്നെ എപ്പോഴും കപ്പ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നോൺ വെജാണ് കേട്ടോ. മീനിൻ്റെ കൂടെയോ, നല്ല മുളകിട്ട മീൻ, മത്തി, അയില അങ്ങനെയുള്ള മീനിൻ്റെ കൂടെ ആണെങ്കിലും ചിക്കൻ്റെ കൂടെ ആണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക്, പിന്നെ ഒരു കമൻറ്റ്, പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.